ഞാനേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മടുത്തായി കേട്ടോ. പുതിയ ആൾക്കാർ വന്നിട്ട് ഓരോ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെയും ചെയ്ത വീഡിയോ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാമേ. ഈ കാണുന്നൊരു സംഭവം കണ്ട, ഇതാണ് മട്ടുപണിക്കുള്ള റോള്. ചേട്ടാ ഇത് എത്ര ചൂണ്ട കിട്ടാൻ പോകുന്നു? ഇത് 200 ചൂണ്ട ചൂരമട്ടിന് വേണ്ടി അല്ലേ? സാധാരണ നമ്മൾ 1000-1500 ചൂണ്ടയൊക്കെ വയ്ക്കുമല്ലോ. അവിടെ ചൂണ്ട കെട്ടി വെച്ചിരിക്കുന്ന 1000 ചൂണ്ട, അതിന്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കും. അപ്പൊ അത് ഏത് മട്ടിൻ്റെ? അതും ചൂരമട്ടി തന്നെ അല്ലേ? ഇതിപ്പോ 200 ചൂണ്ടയാണ് ഇത് കിട്ടാൻ പോകുന്നത്. ഇത് എത്ര മാറെന്ന് പറയാൻ പറ്റും ഓരോ ചൂണ്ട കിട്ടുന്നത്? 6 മാറ് അല്ലേ? നമ്മുടെ കൈയളവല്ലേ? 10 മീറ്റർ. അതൊന്ന് ചേട്ടാ കാണിച്ചു കൊടുത്ത അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കണ്ടോ? ആ ആ കണ്ടല്ലേ ഇപ്പൊ ചേട്ടൻ കാണിച്ചു തന്നത്. ആ ഇതിപ്പോ ഈ 6 മാറ് ഇപ്പൊ അവിടെ കെട്ടുണ്ടോ എന്തെങ്കിലും? ഓ ഇവിടെ ഇയാള് ഈ 6 മാറ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു അളവ് ഇട്ട് കൊടുക്കും കേട്ടോ, ഒരു അടയാളം പോലെ ഇട്ട് കൊടുക്കും. അതാണ്ട് ഇതുപോലെ ചുറ്റി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടല്ലോ ഇതാണ്ട് ചൂണ്ട അവിടെ ദാണ്ട കണ്ടോ നമ്മുടെ ചേട്ടന്മാർ ചൂണ്ട കെട്ടുന്നത് കണ്ടോ. അപ്പൊ ഈ അളവിൽ അവിടെ ഉള്ള ഓരോ ചൂണ്ട കെട്ടിവിടും കേട്ടോ. ചേട്ടാ വിറവ് എത്ര വരുന്ന നീളം? 1.5 മാറല്ലേ? ഈ വിറവ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കൂട്ടുകാർ മനസ്സിലായി കാണുമെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഈ ചേട്ടൻ ഇപ്പം കെട്ടിവിട്ടില്ലേ, ആ കെട്ടിവിട്ടതിൻ്റെ അവിടെ ആ നീളത്തിലിടുന്നതാണ് 1.5 മാറെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കേട്ടോ ബാക്കി ഡീറ്റെയിൽ. ചേട്ടാ ഈ എല്ലാ റോളും വരും അല്ലേ മട്ടിന്? എല്ലാ റോളും വരുമെന്നാണ്. 2000 ചൂണ്ടയെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. മട്ടുപണി എന്താണെന്ന് ചോദിക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അതാ കണ്ട അവിടെ കെട്ടിവിട്ടതിന് നമ്മുടെ ചേട്ടൻ നാണ്ട് ഇവിടെ നിന്ന് അളവെടുത്ത് ഇവിടെ ചൂണ്ട കെട്ടാൻ പോവുകയാണ്. ചേട്ടാ ചൂണ്ട കെട്ടുന്നുണ്ടോ ഇതിൽ? എവിടെ ഇതിൽ ചൂണ്ട കെട്ടുന്നുണ്ടോ? കണ്ട അവിടെയാണ് ചേട്ടൻ ഇതിൻ്റെ അളവനുസരിച്ചാണ്ട് നമ്മുടെ ബ്രോ ചൂണ്ട കെട്ടാൻ പോവുകയാണ്. ചേട്ടാ ബ്രോ ഇതിൻ്റെ വെറുവയുടെ നീളം എത്ര? 2 മാറല്ലേ? ഇത് 2 മാറാണ്. കണ്ട ഇവിടെ കണ്ട ഈ വെറുവ കെട്ടിവിടും കേട്ടോ. ഇവിടെ വെറുവെന്നാണ് പറയുന്നത്, കാരണം ഇത് 1.5 അടിയല്ലേ ഇത്? ഇത് 2.5 മീറ്റർ ഉണ്ട്. 2.5 മീറ്റർ ആണ്. അപ്പൊ ഇത് ഇപ്പൊ ചൂണ്ട കെട്ടിയില്ല, ചൂണ്ട ഇവിടെയാണ്, ചേട്ടനാണ് കിട്ടുന്നത്. ചേട്ടൻ ചൂണ്ടയാണ്, ചൂണ്ട അവിടെയാണ്. കാണിച്ചു തരാം. ചേട്ടൻ ചൂണ്ട കെട്ടുകയാണ് കേട്ടോ. ആ ചൂണ്ട കെട്ടുന്ന ഒരു രീതിയും കൂടെ നമുക്ക് കണ്ടതിന് ശേഷം അതാ നമ്മുടെ അങ്കിളാണ്ടങ്ങ് കണ്ട ചൂണ്ട നിരയായിട്ട് നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. 1500 ചൂണ്ടയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഇതിപ്പോ എത്രയായി ചേട്ടാ ചൂണ്ട? 800 900 ആയില്ലേ? 900 ചൂണ്ടായി. ഏതാണ്ട് കെട്ടുന്ന ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. ചൂണ്ട ഇതാ ഉണ്ടോ, മട്ടിനുള്ള ചൂണ്ടയാണ് ചേട്ടാ. ഇത് എത്ര നമ്പർ ചൂണ്ട? 6 നമ്പർ ചൂണ്ടയാണ്. റോൾ എത്ര കേട്ടാ? ഇത് റോൾ എത്ര? 110 ആണ്. 110 വെറുതെ 90 കേട്ടോ. അപ്പോൾ ഇതാ കാണാത്ത കൂട്ടുകാരാണ് കണ്ടുള്ളുക. കണ്ടോ നിരയായിട്ട് അടുക്കി വെച്ചിരിക്കുക. ഇനിയിപ്പം ഇതാ ഈ റോളൊക്കെ കണ്ടല്ലോ. ഇത് എന്താ പറയുക, മിക്സ് ഒന്നും ആകത്തില്ല. കറക്റ്റ് ഇവരെ കറക്റ്റായിട്ട് അടിക്കുകയാണ് വെച്ചിരിക്കുന്നത്. ഒരു ചേട്ടൻ ചൂണ്ട കെട്ടി കൊടുത്ത് നമ്മുടെ അടുത്ത ചേട്ടൻ ചൂണ്ട കണ്ട ഇതുപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ ഈ ഓരോ ചൂണ്ടയിലും ചേട്ടാ എന്ത് മീനാണ് നമ്മൾ ഇടുന്നത് ഹുക്കായിട്ട്? ചാളയാണ്. നിരയായിട്ട് ഇവർ ഇട്ടുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ഇനിയും മട്ടുപണി എന്താണ് നമ്മുടെ കൂട്ടുകാർ ചോദിക്കരുത്. ഇനി ഏതായാലും നമ്മൾ ഉൾക്കടലിലൊന്നും പോയി കാണിച്ചു തരാൻ പറ്റത്തില്ല. ഏതായാലും നമ്മുടെ ഇതുപോലെ ചേട്ടന്മാർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഏതായാലും കരയിൽ നിന്ന് മട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി ഉൾക്കടലിൽ കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തന്നത്. ഈ സാധനമേ നേരത്തേക്ക് നമ്മളെ തടിയിലാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ നീളമുള്ള ഏതെങ്കിലും ഒരു തടി അല്ലെങ്കിൽ ഒരു പലകയിലാണ് അല്ലേ, മുളയിലാണ് ചെയ്തു വരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇതുപോലെ ഈ PVC പൈപ്പ്, വലിയ പൈപ്പ് വാങ്ങിച്ചിട്ടാണ് അതിൽ ഈ ചൂണ്ടയൊക്കെ ഹുക്ക് ചെയ്ത് വെക്കുന്നത്. ചേട്ടൻ നമ്മുടെ വിറവ കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. വിറവ കെട്ടി കൊടുത്തതിന് ശേഷം അവിടെ നിൽക്കുന്ന ചേട്ടനാണ് അതിൻ്റെ ചൂണ്ട അതിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ പറഞ്ഞ് നമ്മുടെ ചേട്ടന്മാർക്കെല്ലാം ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നത്. കാരണം ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഓക്കെ എന്നാ.